കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ 95-97 വർഷം വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവവചനം അഭ്യസിക്കുവാൻ എനിക്ക് ദൈവം ഇടയാക്കി. എന്നോടൊപ്പം ആ കാലഘട്ടങ്ങളിൽ ദൈവവചനം അഭ്യസിച്ച എല്ലാവരും ഒന്നും വന്നിട്ടില്ല. ഒരു ഭാഗത്ത് ഖേദമുണ്ട്. എങ്കിൽ നമ്മളിൽ ചിലർക്ക്, മറ്റു ചിലർക്ക് കുടുംബമായി ഇന്ന് പകലിൽ നമ്മുടെ സഹോദരി ശാന്തിയും കുടുംബവും ദൈവത്തെ ആരാധിക്കുന്ന ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായി ദൈവം ഇടയാക്കി. അതോർത്ത് പ്രാരംഭത്തിൽ മുഴുവൻ മഹത്വം ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഒത്തിരി പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പലരും ഇവിടെ എത്തിയത് എന്നറിയാം. എങ്കിലും ഞങ്ങൾ തിരിച്ച സമയം മുതൽ ഞങ്ങൾക്ക് ഒത്തിരി സമയത്തിന്റെ ഡിലേ ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ സ്നേഹിതൻ ബ്രൈറ്റ് പറയും, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ശുഭൂര് പറയാൻ കാണും. അങ്ങനെ ഒന്നുമില്ല. എങ്കിലും പറയാതിരിക്കാൻ ചിലത് തരമില്ല ആയതുകൊണ്ട് ചിലതൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. എങ്കിലും നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ഏകാഗ്രമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. നമുക്ക് ഇങ്ങനെയൊന്ന് കൂടി വരുവാനും സർവകൃപാലുവായി ദൈവം ഇടയാക്കിയ ദൈവത്തിന്റെ വൻ കൃപകൾ ഓർത്ത് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്ത് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. വിവിധ ഇടങ്ങളിൽ കർത്തൃശുശ്രൂഷയിലായിരിക്കും. കഴിഞ്ഞ 25 പരം വർഷങ്ങൾക്ക് മുൻപ് ഒന്നിച്ച സഹപാഠി ദൈവസന്നിധിയിൽ വേദധ്യാനം വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്തൃവേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് വിവിധ സ്ഥലങ്ങളിൽ ദൈവജനത്തെയും ദൈവമക്കളെയും വേണ്ടുന്ന വിധത്തിൽ ആത്മീയ പ്രചോദനം കൊടുക്കുന്ന ദൈവദാസന്മാരും കുടുംബവും ഒന്നിച്ച് ചേർന്ന് അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭകരവും എത്ര മനോഹരവുമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ നേടിയെടുക്കുവാൻ നിങ്ങളുടെ നടുവിൽ ഐക്യത വേണമെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞാൻ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ അവർ എന്റെ സന്നിധിയിൽ ഒന്നായിരിക്കണമെന്നുള്ളത് എന്റെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പകൽക്കാലം കർത്താവ് ഈ ശുശ്രൂഷ ഒരു സന്തോഷമായി, ഒരു ആത്മീയ വർദ്ധനമായി, എല്ലാവരും സന്തോഷിച്ച് കഴിഞ്ഞു പോകുന്ന ഈ സഭയ്ക്കും ഒരു അനുഗ്രഹമായി ചെലവിടുന്നതും ചെലവാക്കുന്നതിനും പ്രതിഫലങ്ങൾ കൊടുത്ത് മാനിച്ച് ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കണം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. ദൈവകൃപയാൽ മാനിച്ചാൽ യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. Thank you so much. ഇവിടെ നമുക്ക് പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. വർഷം നേടിയാനായി കർത്താവിന്റെ ദാസൻ വിപ്രയിച്ചു.
വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുണ്ട് ഈ ഗാനം ചേർന്ന് പാടി നമ്മളെ പലവിധമായ ചിന്തകളും പലവിധമായ വേദനകളോ പ്രയാസങ്ങളോ നാളെക്കുറിച്ചുള്ളതോ ഇന്നേക്കുറിച്ചുള്ളതോ ഇന്നലകളെക്കുറിച്ചുള്ളതോ നമ്മുടെ മനസ്സിനകത്ത് കടന്നുകൂടി എന്ന് വരാം, കടന്നുകൂടി എന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം നമ്മുടെ കണ്ണുകളെടുത്ത് ധ്യാനത്തോടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മുഖത്ത് കൊടുക്കുവാൻ കർത്താവ് സഹായിക്കും. നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യമേ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്താണ് ആരംഭിച്ചത്. പ്രാർത്ഥനയിലാകാം, അല്ലെങ്കിൽ നന്ദി പ്രകടനങ്ങളിലാകാം. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ പോലും പറഞ്ഞത് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ രാജ്യം വരണമെന്ന്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തതിന് ശേഷം നമുക്ക് കാര്യാതയിൽ കടക്കുവാൻ, നമ്മുടെ നടപടിക്രമങ്ങളിൽ കടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവം ഓർപ്പിക്കുന്നു. നമ്മെ സഹായിക്കുന്നതാണ് നമ്മൾ ചെറുപാടി എല്ലാ കണ്ണുകളും അടയ്ക്കാം. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ എണ്ണമില്ല നന്മകളിൽ ചൊരിയും വന്ദയെ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ. നമുക്ക് കാലം നമ്മെ തന്നെ കർത്താവിനെ കരങ്ങളിൽ തരത്തിരിപ്പിക്കാം. നന്ദിയല്ലാതെ ഒന്നും ഇവിടെ പറയുവാൻ കഴിയില്ല. ഒന്നും പറയുവാൻ നമ്മുടെ കാര്യങ്ങൾക്ക് പ്രസക്തിയായിട്ടുള്ള ഒന്നുമില്ല. നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ധനമോ നമ്മുടെ മറ്റേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ദൈവസ്ഥല ഒരു ക്വാളിറ്റി ഉള്ളതായി കാണപ്പെടില്ല. അതുകൊണ്ട് തന്നെ പ്രാരംഭ സമയത്ത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയംഗമായി നമുക്ക് ദൈവത്തോട് പറയാമോ, കർത്താവെ നീ ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവിനെ ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കർത്താവിന് നന്ദി പറയും. എല്ലാ വിശുദ്ധ കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് നന്ദി പറഞ്ഞു. ഞാൻ സ്തുതി പാടിടും എന്റെ നന്മയ്ക്കും എന്തോ നന്ദി ചൊല്ലുന്നു നന്ദിയോടെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ അർഹിക്കാത്ത ദാനങ്ങൾക്ക് അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാ നന്മകൾ പോലുമേ എനിക്ക് യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് ആ കരങ്ങൾ ഉയർത്തി പിടിച്ചു വിളിച്ചാൽ പാടിയാലേ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും
എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു. അതെ പിതാവേ, നമ്മുടെ കാലം ഞങ്ങൾ ഹൃദയമായി ഞങ്ങൾ ദൈവം നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണീരിന് വിടിവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ വിടിവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ വിടിവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം മുമ്പ് കണ്ട ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം കാണുവാൻ ഒരവസരം തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, എത്ര സ്തുതിച്ചാലും അത് വരാത്ത നന്മകൾ കൊണ്ട് അനുദിനം ഞങ്ങളെ പോറ്റിപ്പുലർത്തുന്ന ദൈവത്തിന്റെ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വായിച്ചു തന്ന കരങ്ങളെ എഴുച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മകത്വം കൊടുക്കാം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ കരമടിച്ച് പാടാമോ? അവൻ കൂടെ ആമീൻ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, അവൻ വഴിയൊരുക്കും വഴിയൊരുക്കും അവനാരികളിൽ വലക്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാരികളിൽ വലക്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും, എല്ലാവൻ പുതുവഴി തുറന്നിടുമേ. ആമേൻ. വാതിലുകൾ പലതും അടഞ്ഞിടും, ആത്മാവിന്റെ പ്രവൃത്തിയോടെ അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ വാഗ്ദത്തം. ആമേൻ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. സ്തോത്രം. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ. രോഗങ്ങളാൽ നീ വളരുകയോ, ഭാരങ്ങളാൽ നീ പകരുകയോ. രോഗങ്ങളാൽ നീ വളരുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൻ അവൻ സൗഖ്യം തരും. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കൊണ്ടാണ്. അടിപ്പിണരാൻ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ പിന്തുണച്ചിടും. നിനക്കായി കരുതോ അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, സ്തോത്രം. കണ്ണുനീരവൻ
അവനാഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടും, വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ സന്തോഷത്തോടെ കഷ്ടങ്ങളിൽ നല്ല തുണയേശു അവൻ തുണയ്ക്കും. സ്തോത്രം. കഷ്ടങ്ങളിൽ അവൻ ദൈവത്തോട് സംസാരിക്കുന്നത് ചെയ്തത്. അവൻ സ്വയം അവൻ ദൈവസന്നിധിക്ക് വാസുകൾ പറഞ്ഞതുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കും. അന്നത്തെ കാലത്ത് പടവത്തി കടന്നവർക്ക് ദൈവമുണ്ട്. ദൈവസ്ഥാനം തിരിച്ചറിയുമ്പോഴെല്ലാം കൊടുക്കുന്നതാണ് മധ്യപ്രകടമാണ് ആരാധനയെങ്കിൽ. ദൈവത്തിനാണ് നാം ആരാധിക്കപ്പെടുന്നതെങ്കിൽ, ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ, നമ്മുടെ മധ്യ അനുസരിച്ചായി നിലകൊള്ളപ്പെടുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ കൊടുക്കുന്നതാണ് ആരാധനയെങ്കിൽ, ആരുടെ പ്രേരണ കൂടാതെ ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടാതെ ഒരുമിച്ച് കരമടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം എല്ലാ ദൈവജനങ്ങളും സ്തോത്രം പറഞ്ഞാണ്, എല്ലാ ദൈവങ്ങളും സ്തോത്രം പറഞ്ഞാണ്, എല്ലാ സഹോദരങ്ങളെയും മഹത്വം കൊടുത്താണ്, അന്യഭാഷകളെയും മഹത്വം കൊടുത്താണ്. ആരാധനയ്ക്കൊക്കെയായ ദൈവത്തെ, ഹല്ലേലൂയ. നമ്മുടെ മക്കളുള്ളവനായ ദൈവത്തെ സദൃശമായ കാലോടുകൂടിയ അവൻ വെല്ലുവിളി ഇടത്തിൽ പോയി സംസാരിക്കപ്പെടുന്ന സാധ്യത തന്നുകൊണ്ട് hallelujah, 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 hallelujah. We thank you, Jesus. We praise you, Lord. Hallelujah. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ച് വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ച് വലം കൈ പിടിച്ചിരിക്കുന്ന വാതിലുകൾ രാവിലെ സമയത്ത് ദൈവത്തിന്റെ വാതിലുകൾ തുറന്നിരുന്നു വിശ്വസിക്കാൻ, ദൈവം എനിക്ക് വേണ്ടി പുതുവഴി തുറന്നിരുന്നു എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും. പ്രാരംഭ സമയം ദൈവം സംസാരിക്ക് തിരിച്ചറിയുവാൻ, ദൈവശബ്ദത്തെ തിരിച്ചറിയുവാൻ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഒന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞു നമ്മുടെ കണ്ണുനീരുകളെ ദേശം തുടയ്ക്കുമെന്ന് വിശ്വസിച്ചു. നമ്മുടെ വേദനകളെ കർത്താവ് മാറ്റുമെന്ന് വിശ്വസിച്ചു. നാം അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകളെ ദൈവം മാറ്റുമെന്ന് വിശ്വസിച്ചു. ഒരു വലിയ വിശ്വസിച്ചിട്ട് ചേർന്ന് പാടാമോ? അതെ, ഈ പ്രഭാതത്തിൽ ദൈവം എനിക്ക് വേണ്ടി നല്ലൊരു കരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും വലിയ തുണയായിട്ട് അവൻ കൂടെ എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവം സ്നേഹിക്കാം. Hallelujah.
കരുണാസമ്പന്നായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഞങ്ങൾക്ക് തുണയായി കർത്താവ് കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് ആശ്വാസകനായി ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ പുതുദർശനങ്ങളും പുതുവഴികളും ദൈവം തുറന്നിരുമാറും. വാനമഹത്വം കർത്താവ് എടുക്കണമേ. പ്രാർത്ഥനകൾക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. എല്ലാവരും സ്വസ്ഥാംഗീകരിക്കണം. ദാസനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തുടർന്ന് നമ്മുടെ പ്രോഗ്രാമിൽ സ്വാഗതം പറയുവാനാണ് എന്നുള്ളതാണ്. അതിനായി ദാസ് ശാന്തി നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ സർവ്വകൃപാലുവായ ദൈവം നൽകി തന്ന ദൈവത്തിന്റെ വലിയ ദൈവോക്ക് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. യാത്രയിൽ കൂടെ ഇരുന്നതിനായി നന്ദി പറയുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഞങ്ങളുടെ ഭവനത്തില് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പേര് വരാതെ സ്വാഗതം ആശംസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. അതുകൊണ്ട് എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിന് ഒരു നല്ല കൈയ്യടി കൊടുക്കുക. ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം എനിക്കുണ്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പ്രിയ സൗഭാസും ഷാൻഡിയും പാർക്ക് നടത്തി കടന്നില്ല. ദൈവം ഇന്ന് പകലിൽ അത് സഹായിച്ചത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുന്നു. അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരായ കർത്താവിൻ്റെ ദാസന്മാർ കർത്തൃവേലയിൽ എന്നേക്കാൾ ശക്തമായ നിലയിൽ വ്യക്തമായ ഭാഷയിലും തനത് ശൈലിയിലും കർത്താവിൻ്റെ നാമം അഹോരാത്രം കർത്താവിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ദേവദാസന്മാരെ ഒന്ന് കണ്ടപ്പോൾ അറിയാതെ സന്തോഷിക്കുക. കർത്താവിന്റെ അഭിഷിക്തന്മാരൊക്കെ കർത്തൃവേലയിലുണ്ടല്ലോ, അതിലും വലിയ സന്തോഷം എനിക്കില്ല. പ്രയാസം വന്നപ്പോൾ, ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ, എനിക്ക് പുറത്ത് പറയാൻ പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന് 4 ലക്ഷം രൂപയുടെ ഒരു കടം വന്നു. ആൾ ആത്മഹത്യ ചെയ്തു. ആ ലോകത്താണ് അഭിഷിക്തന്മാരെ നമ്മൾ പാർക്കുന്നത്. പ്രയാസം വരും, ബുദ്ധിമുട്ട് വരും. ഇന്നും വീറോട് ആവലോട് നിൽക്കാൻ പ്രചോദനം നൽകുന്നത് എന്തെന്നറിയാമോ? കർത്താവ് കൂടുള്ളതാണ്. ഞാൻ ഒരിക്കലും കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗിച്ചപ്പോ പറഞ്ഞു ദൈവം എനിക്കുണ്ടെന്നുള്ളത് അതിന്റെ സ്വകാര്യ അഹങ്കാരം. എനിക്കൊരു ദൈവം അപ്പനില്ലെങ്കിലും അമ്മയില്ലെങ്കിലും കൂട്ടുകാരില്ലെങ്കിലും കൂടപ്പുറപ്പുകൾ കൂടെ ഇല്ലെങ്കിലും ദൈവം നിനക്കുണ്ടോ? അത് മതി. അതിൽ പരം സന്തോഷിക്കാൻ വേറെ ഒന്നും വേണ്ട. പെട്ടെന്ന് പല പാട്ടൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്, ഞാനൊന്നും കാണുന്നുണ്ട്. കർത്താവദാസൻ ബീൽബ്രൈറ്റ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തുടർന്ന് നിങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വിഷയം, ഒരു തീം കർത്താവദാസൻ കൊടുത്തു. എല്ലാവരും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. കർത്താവദാസൻ എല്ലാവരോടും അറിയിച്ചു കാണുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ദൈവത്തിന്റെ മനസ്സാണ്. തിരുവെടുത്ത് ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല, ഞാനത് ഒരു ചിന്ത മാത്രം പറയുക. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ദൈവത്തിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു വാക്യം എനിക്ക് വളരെ സന്തോഷിപ്പിച്ചു. ആ വാക്യം ഇങ്ങനെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം മുതൽ ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. അതിനകത്തൊരു ചിന്തയുണ്ട്. ഇത് ഞങ്ങളോടല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നതെങ്കിലും ഇത് മുഴുവനായിട്ട് നന്മ. ഒരു അഭിഷിക്തനായാലും ഒരു കൂട്ടുകാരനായാലും എന്തെങ്കിലും ചെയ്താൽ അതിനകത്തൊരു നന്മ ഉണ്ടാകട്ടെ. നന്മയും പൂർണ്ണതയും
എന്തെങ്കിലും ചെയ്ത് ഇവിടെ ദേശത്ത് ദൈവം ഒരു ദേശത്ത് നിന്നെ ആക്കി ഒരു നമുക്കറിയാം സുവിശേഷ വേലക്കാരാ ഒരു ദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാക്കിയാൽ അവിടെ പലതിനും പൂർത്തീകരണം കാണാൻ എന്തുമാകട്ടെ ചിലപ്പോൾ ചില പണി നടത്താനായിരിക്കും ദൈവം നിന്നെ ഏൽപ്പിക്കുന്നത്. അതിന് പൂർണ്ണത കണ്ടു വേണം പോരാ. ആത്മാക്കളുടെയാണെങ്കിൽ അതിന്റെ പൂർണ്ണത കാണുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ വാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ വാക്യം ഇങ്ങനെ പറയും, നന്മയും പൂർണ്ണതയും. അതാ വിഷയം. ഞാൻ എന്ത് ചെയ്താലും ചിലപ്പോൾ ചെയ്യുമ്പോൾ ബ്രൈറ്റിന് ഇഷ്ടപ്പെട്ടെന്ന് വരാം, ശ്രീജയ്ക്ക് ഇഷ്ടപ്പെട്ടത് വരത്തില്ല, ചിലപ്പോൾ ഷാനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും, സൗവാസിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ എനിക്ക് ഇവരെ ആരും പ്രശ്നമല്ല, ദൈവത്തിന് ഇഷ്ടമുണ്ടോ? ദൈവത്തിന്. ഞാൻ അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. താൻ രോഗി സൗഖ്യമാക്കാൻ പോയപ്പോഴൊക്കെ എല്ലായിടത്തും വ്യത്യസ്തത ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്റെ അഭിഷിക്തന്മാരോട്, എന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഇന്നലെ വരെ ഉള്ളത് വേണ്ട, നമുക്കത് കാത്തു വെക്കാം. ഒരു വ്യത്യസ്തതയുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെ ശുശ്രൂഷകളിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഏത് മേഖലയിലായിരുന്നാലും ഒരു വ്യത്യസ്തത കാണുവാൻ, ദൈവഹിതം അടുത്ത വർഷം നമുക്ക് കൂടി വരാൻ സാധിച്ചെങ്കിൽ ഞാൻ ആ വ്യത്യസ്തത കാണാൻ ആഗ്രഹിക്കുക. നിങ്ങളിൽ ആ വ്യത്യസ്തത കാണുവാൻ ആഗ്രഹിക്കുക. നമുക്ക് ഒരുമിച്ച് വരും ദിവസങ്ങളിൽ ആ വ്യത്യസ്തത കാണുവാൻ. തിരുവനന്തപുരത്തിന്റെ രാജകന്മാരുടെ ഒരു ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളെ എതിരിട്ട് വന്ന ആളിന്റെ വേഷം അത് മറ്റാരുമല്ല, തിശ്ബ്യനായ ഏലിയാവ് തന്നെ. ഞാൻ ഏലിയാവിനെ കുറിച്ച് പഠിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏലിയാവ് വേഷം കൊണ്ട് വ്യത്യസ്തനായിരുന്നു. തന്റെ ശുശ്രൂഷ നോക്കി തുടക്കം മുതൽ നമുക്കറിയാം, അവൻ ശുശ്രൂഷയിൽ വ്യത്യസ്തനായിരുന്നു. അതെ അഭിഷിക്തന്മാരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, നമ്മുടെ ശുശ്രൂഷകളിൽ വ്യത്യസ്ത കാണുവാൻ. ദൈവം നിന്നെ പാടാനാ ദൈവം ഏൽപ്പിച്ചെങ്കിൽ രണ്ടു വാക്ക് പറയാനാ, മറ്റുള്ളവരുടെ സുവിശേഷം പറയാനാണ്, അദ്ദേഹത്തിൽ വ്യത്യസ്ത കാണുവാൻ ഈ ദിവസം നമുക്ക് മുട്ടുമടക്കാം, ഒരുമിച്ച് മുടക്കാലം അടക്കാം. അതിനായി സർവശക്തൻ സഹായിക്കട്ടെ എന്നുള്ള വലിയ ആഹ്വാനത്തോടെ ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ സന്ദേശം ശ്രദ്ധിക്കാം. വളരെ പ്രാർത്ഥനയാണ്. അതിനായിട്ട് കർത്താവിന്റെ ദാസൻ ശൗവേൽ ജോണിനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. കടന്നു വരുവാനും ഈ ദേശത്ത് കർത്താവിന്റെ മുദ്രത്തിൽ അധ്വാനിക്കുന്ന അവരുടെ അഭിഷേകത്തിനും തന്റെ കുടുംബത്തോട് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയായി നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് ദൈവം നമുക്ക് നൽകി, കർത്താവ് നമ്മളെ ഈ മുദ്രത്തോട്ടത്തിലാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുന്നു. വ്യത്യസ്തമായ ശുശ്രൂഷകൾ ദൈവം നമ്മളിൽ കൂടിയൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എല്ലാം ആകുവാൻ പറ്റത്തില്ല. പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്തപ്പെടുവാനും കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് ആയിരുന്ന മണ്ഡലങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കരം പിടിച്ചുകൊണ്ട് വന്ന വഴികളൊക്കെ വലിയ വഴികളാണ്. ആ വിശ്വസ്തതയെ ഓർത്താൽ ആ കർത്താവിന് ഒത്തിരി നന്ദി കരേറ്റുവാൻ ദൈവം ഒരുക്കിയല്ലോ. നമ്മുടെ ഈ കൂടുവരുവിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷിച്ച പലർക്കും എത്തപ്പെടുവാൻ കഴിഞ്ഞില്ല, എങ്കിലും സമയവും സാവകാശവും കണ്ടെത്തി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിന് മുഖാന്തരമായി തീർന്ന ഈ അഭിഷേകത്തിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന് ദൈവത്തെ ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യമാണ് കുറിവാക്യമായി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 2:16 വായിച്ച് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നതാർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും.
അങ്ങനെ പറഞ്ഞ് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിന്റെ മനസ്സ് അറിഞ്ഞ, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും മനസ്സ് എവിടെയാണെന്ന് നമുക്ക് മാത്രമേ പറയാൻ പറ്റൂ. ആർക്കും പറയാൻ പറ്റില്ല. ഏതെല്ലാം ഭാഗങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്ന് നമുക്ക് മാത്രമേ അത് പറയുവാൻ പറ്റത്തുള്ളൂ. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒന്നുകൂടി വായിച്ച ഭാഗം, ക്രിസ്തുവിന്റെ കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ. കർത്താവിന്റെ മനസ്സറിഞ്ഞ്. അന്നേരം ഏലിയാവിന്റെ മനസ്സ് നല്ലതുപോലെ ഏലീശ അറിഞ്ഞത്. ആ ശുശ്രൂഷയുടെ അടുത്ത ലെവലിലേക്ക് ഏലീശയ്ക്ക് ശേഷം ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടതാണ് ഗേഹസി. പക്ഷേ തന്റെ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് താൻ ചിലതൊക്കെ ചിന്തിച്ചു വന്നപ്പോൾ തന്റെ ഓട്ടത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ പല രീതിയിൽ പുറകോട്ട് വലിക്കാം. പക്ഷേ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബത്തെയും യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ആ തലമുറകളെയും ആ കുടുംബങ്ങളെയും യേശുവിനെ ഓർത്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് പിടിച്ചാൽ, ഇത് ആലിംഗനം ചെയ്താൽ, ഇതിനെ മാനിച്ചാൽ ഇത് നമ്മളെ ഉയർത്തുന്ന ഒരു വചനം. അതുകൊണ്ടാ ഞാൻ എപ്പോഴും കഴിഞ്ഞ ഞായറാഴ്ച ഞാന് ദൈവത്തിൽ ആഴമായിട്ട് ഞാൻ ദൈവശബ്ദം പറഞ്ഞപ്പോൾ ഞാൻ ഈ ഭാഗം ചിന്തിപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. സദൃശവാക്യം 4-ാം അധ്യായം എന്റെ 4-ലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, 4-ന്റെ 4 വെച്ച് സദൃശവാക്യം 4-ാം അധ്യായം 4-ാം വാക്യം, അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഭരിക്കുക, ദൈവത്തിന്റെ കൽപ്പന നീ പ്രമാണിച്ച് നടക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം നീ വിട്ടുമാറരുത്. ഇതിനെ നീ ഉപേക്ഷിക്കരുത്. ഇതിനെ കാക്കുവാനിടയായിട്ട് ഇതിൽ പ്രിയം വെച്ചാൽ ഇത് നിന്നെ സൂക്ഷിക്കുവാനിടയായിട്ട് ജ്ഞാനം തന്നെ പ്രകാരം ജ്ഞാനം സമ്പാദിക്കുക. അതിന്റെ അടുത്ത ഭാഗം കേട്ടോടെ, സകല സമ്പാദിത്താലും വിവേകം നേടുക. അതിന്റെ അടുത്ത ഭാഗം കേട്ടോളൂ. നമ്മുടെ ദൈവത്തെ ഉയർത്തുവാൻ നമ്മൾ തയ്യാറാകുമോ അത് നമ്മളെ ഉയർത്തിയിരിക്കും. അമ്മേ, കഷ്ടത വരത്തില്ലെന്നല്ല, ഭാരം വരത്തില്ലെന്നല്ല, ബുദ്ധിമുട്ട് വരത്തില്ലെന്നല്ല. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവരാജ്യത്തിന് വേണ്ടി ആ മുന്തിരിത്തോട്ടത്തിൽ ചിലത് വിതയ്ക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വളർത്തുന്ന ഒരു ദൈവം ആ വിതയെ വളർത്തിയെടുക്കുന്ന ഒരു നാഥൻ. അത് പറയണേ, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തിയിരിക്കും. അതിന്റെ അടുത്ത് പറഞ്ഞിട്ടൂടെ, ഇതിനെ ആലിംഗനം ചെയ്ത അപമാനമല്ല, കണ്ണുനീരല്ല, വേദനയല്ല, ദുഃഖമല്ല, നിരാശയല്ല, ബുദ്ധിമുട്ടല്ല, ഞെരുക്കമല്ല, ഇതിനെ ഉയർത്തിയ നിനക്കിത് മാന്യത വരുത്തുന്നതാ. നിന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നതാ. നമ്മളെ അടുത്തൊരു മണ്ഡലത്തിലേക്ക് കരം പിടിക്കുന്നതാ. ഭാരവും പ്രയാസവും വേദനയും ഒക്കെ ഉള്ള ഈ ലോക ജീവിത യാത്രയില് എനിക്ക് എത്തപ്പെടാൻ കഴിയാത്ത മണ്ഡലത്തിൽ ഞാൻ ഇന്ന് ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുന്നവരുടെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തില് ഇന്നും നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ദൈവമുഖത്തേക്ക് നമുക്ക് ഒന്നിച്ചു നോക്കുവാൻ, അപ്പന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, അപ്പന്റെ സന്നിധിയിൽ കരയുവാൻ, അപ്പന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മൾക്ക് വേണ്ടി ഇന്ന് ഒരു കാലം ഒരുക്കിയത്. ആ മനസ്സറിഞ്ഞ് ആ ദൈവരാജ്യത്തിന് വ്യാപ്തിക്കാൻ നിൽക്കുന്ന ഒരു മകനെയും ഒരു മകളെയും തള്ളി കഴിയാത്ത, ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മുമ്പിലും ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുമ്പിലും കരം പിടിച്ച് നടത്തുന്ന ഒരു നാഥന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചറിയുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കും. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആ മനസ്സറിഞ്ഞ് അവന്റെ മുദ്രത്തോട്ടത്തിൽ
വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ കർത്താവ് ഒരുപാട് താമസിക്കുന്നുവെങ്കിൽ നമ്മളെ മണ്ഡലങ്ങളിൽ അടുത്ത തലമുറകളെ കൊണ്ടെത്തിക്കുവാൻ, നമ്മുടെ കയറാത്ത മണ്ഡലങ്ങളിൽ നമ്മുടെ തലമുറകളിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തരാണ്. അവൻ നമുക്ക് വഴികളെ തുറക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിലാപം കുറിക്കുന്നു. എനിക്ക് ഒരു സാവകാശം ഒരുക്കി തന്ന എന്റെ വാട്സിലെ പ്രിയപ്പെട്ട നന്ദി അറിയിച്ച് കുപ്പിയെന്ന് ദൈവത്തിന് സർവ്വനാമത്തെ അർപ്പിച്ച് ഞാൻ വാക്കുകൾക്ക് വിലാപം കുറിക്കുന്നു. ഈ ചെറിയ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിമിഷങ്ങൾ കൊണ്ട് കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ധാരാളമായിട്ട് കാണിക്കുന്ന ആക്ഷൻ അനുസരിച്ച് കാണിക്കണം. ഞാൻ മാറി കാണിക്കും ആക്ഷൻ. അടുത്ത് നിങ്ങൾ ചാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ലീഡറിനെ കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ അത് ലീഡറായിരിക്കുന്നത് ഞാൻ ആദ്യം കാണിക്കും. ഞാൻ കൈ കൊടുക്കും. അത് പിടികെട്ടോ. നിങ്ങൾ ആദ്യം ഷൂ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിബു മോഹന, അതുപോലെ 95-97 കാലഘട്ടങ്ങളിൽ എന്നോടുകൂടെ പഠിച്ചതായ കർദാസമ്മ കർദാസിമ, ഇവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമാണ്. ഏവർക്കും എന്നെ അറിയാവുന്ന ഒരു ചരിത്രമുണ്ട്. അത് തോളത്ത് സഞ്ചിയിട്ട് വരുന്ന തിരുവല്ലായിൽ നിന്ന് ഓടി കിളച്ച് ക്ലാസ് റൂമിലേക്ക് ഓടി വരുന്ന ഒരു സാമർത്ഥ്യമാണ് അന്ന് അറിയാവുന്നത്. അതിനുശേഷമായിട്ട് ഗെറ്റ് ടുഗദർ നടത്തി ഞാൻ കടന്നു വന്നില്ല. ഇതും ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്നെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് നിങ്ങളോട് പഠിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് നിങ്ങളുമായിട്ട് പരിചയത്തിൽ ആയി വന്നിരിക്കുക. അപ്പോൾ ഇത് ഞാൻ നഷ്ടപ്പെടുത്തി കളയാതിരുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുന്നതായ വിഷയം നമ്മളെല്ലാം വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ കർത്തൃവേലയോടുള്ള ആ വലിയ വേലയുടെ മുഖത്ത് ആക്കുവാൻ കർത്താവ് കാണിച്ച വലിയ മനസ്സിനായിട്ട് നമുക്ക് ആദ്യം 1000 നന്ദികൾ കരയാം. സ്തോത്രം. 22-23 വയസ്സുകളന്ന് ഉണ്ടായിരുന്ന കുട്ടികളായിട്ടാണ് അല്ലേ, 23-24 വയസ്സുള്ള കുട്ടികളായിട്ടാണ് നമ്മളെ 20-21 വയസ്സുള്ളവരായിരുന്നു. പിന്നീട് വിവാഹം ചെയ്തു.
നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അതുപോലെ കർത്തൃവേലയിലായി വളരെ ശക്തമായ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി. ഞാൻ പിന്നീട് IBC പഠിച്ച് MD വരെ പഠിക്കുവാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ ശേഷം PG എടുത്ത് അതിനുശേഷമാണ് IBCയുടെ ശുശ്രൂഷകനായി ഇന്ന് അടിമാലിയിലെ ഇടുക്കി വെസ്റ്റ് സെന്ററിന്റെ സെക്രട്ടറി ആയിട്ട് ആ സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും ആയിരിക്കും ദൈവം നിലവെത്തിയനായി ദൈവത്തെ നോക്കുന്നത്. സന്ദേശം എന്ന് പറയുമ്പോൾ എന്റെ സാക്ഷ്യം അത് പ്രായോഗികമായ രീതിയിലുള്ളതായ ഒരു സന്ദേശം പറയണമെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് എന്റെ സാക്ഷ്യത്തോട് ദൈവസന്നിധിയിൽ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ അല്പസമയങ്ങൾ വേർതിരിക്കുന്നത്. എനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ തോളിൽ സഞ്ചിയിട്ട് വരുന്ന എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാം, മർത്തോമ സമുദായത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. പല സ്ഥലങ്ങളിൽ IBCയുടെ ശുശ്രൂഷകനായിട്ട് വർക്ക് ചെയ്തതിനു ശേഷം അടിമാലി പട്ടണത്തിലേക്ക് വന്നപ്പോൾ അവിടെ നല്ലൊരു സഭയുണ്ട് എന്ന് പറഞ്ഞാണ് കടന്നു വരുന്നത്. അപ്പോൾ അടിമാലി പട്ടണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സഭയുണ്ട്. ഒരു രാത്രിയിൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാമായിട്ട് വന്നു കഴിഞ്ഞ് ആ രാത്രിയിൽ അവിടെ നടന്ന് നോക്കിയപ്പോൾ വിശ്വാസിയുമില്ല, ആരുമില്ല. ഒരു റോഡരികിന്റെ നടുവിൽ ഒരു വീട്ടിന്റെ അകത്ത് കൊണ്ടുവന്നവര് നമ്മുടെ വീട്ടുകാരാണ്. അപ്പൊ അവരും ആകെ വിഷമിച്ചു പോയി. ഇവിടെ വിശ്വാസികളില്ലാത്ത ഈ സ്ഥലത്ത് കൊണ്ടുവന്നാക്കി അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദർശനം എന്നെ കാണിക്കുന്നുണ്ടായി. ആ ദർശനം ഒരു ഉടുപ്പ് കീറി മുറിച്ച് ഇട്ടിരിക്കുന്നു. അപ്പൊ ഈ മുറിച്ച് ഇങ്ങനെ കീറി ഇട്ടിരിക്കുന്നതായ ഉടുപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇത് തുന്നി തയ്ക്കുന്നതായിട്ട് ദർശനം കാണിക്കുക. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇതുപോലെ ഞാൻ നിന്നെ ഇവിടെ ഈ ഉടുപ്പ് തയ്ച്ചെടുക്കുന്നത് പോലെ ഈ പ്രദേശത്ത് ഉപയോഗിക്കും. അപ്പൊ ഒന്നാമത്തെ ദർശനം അതായിരുന്നു. അപ്പൊ അന്ന് വിഷമിച്ച് എന്ന് പറഞ്ഞാൽ വണ്ടി റോഡിൽ കൂടി പോകുമ്പോ NH പാതയാണ്, അതിന്റെ അരികിലാണ് ഈ സഭ. അപ്പം ആരും ഇല്ലാത്തടത്ത് ഇന്നേക്ക് 15 വർഷമായിട്ട് ആ 10-ാം മൈൽ സഭയിൽ ശുശ്രൂഷിക്കുവാൻ എന്നെ ഒരുക്കിയത് ഒന്നാമത്തെ ദർശനം. രണ്ടാമത്തെ ദർശനം, ഞാൻ ഇടുക്കി ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പറഞ്ഞ് എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഇനിയും ശുശ്രൂഷയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇടുക്കിക്ക് പോകാം എന്ന് പറഞ്ഞു. അത് സഫലമാക്കി തീർത്തു. മൂന്നാമതൊരു കർത്തദാസൻ എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കിഴക്കൻ ഏറിയയിലേക്ക് അയക്കും. അവിടെ നീ അറിയാത്തതായ സ്ഥലത്ത് ഞാൻ നിനക്ക് വീട് തരും. അവിടെ അറിയാത്തതായ കിണറുകൾ ഞാൻ നിനക്ക് കുഴിച്ചു തരും. അവിടെ നിന്ന് വെള്ളം തനിയെ വരും. പമ്പ് അവിടെ വെക്കേണ്ട കാര്യമില്ല, വെള്ളം തനിയെ വരും. ആ വീടിന് രഹോബത്ത് എന്ന് പേരിടണം എന്ന് ഒരു ദൈവദാസൻ പ്രവചിച്ചു. ആ പ്രവചനം കൃത്യമായിട്ടും ഇന്നും മോട്ടർ അടിക്കാതെ വെള്ളം എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഉറവയില്ലാത്തവിടത്ത് ഞാൻ ഉറവയെ തുറന്നു എന്ന് അർത്ഥം വരുത്തിയ ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടമില്ല. ദൈവമക്കളെ, നിങ്ങളെല്ലാം എനിക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്ന് 15 വർഷത്തിന് ശേഷമായിട്ട് ഇന്ന് അഡോണായി ഗോസ്ബൽ പ്രയർ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു പരസ്യയോഗം ഇടുക്കി ജില്ലയുടെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ പരസ്യയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ദിവസം ഞാൻ വ്യാഴാഴ്ച ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മദ്യപാനിയായ മനുഷ്യൻ എൻ്റെ ഫ്രണ്ടിൽ വന്ന് 2 പേര് വന്ന് നിന്ന് ഭയങ്കരമായ ബഹളം നടത്തി. ആ പ്രസംഗം കഴിഞ്ഞ ശേഷം അവന്റെ ജീവചരിത്രമാണ് കണ്ടതുപോലെ എൻ്റെ കാൽക്കൽ വന്ന് വീണു, താഴേക്ക് വീണിട്ട് പറഞ്ഞ്, എനിക്കിന്ന് ഇന്ന് എൻ്റെ തലയിൽ കൈവച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ എന്ന് കൈവച്ച് ഞാൻ അങ്ങനെ ആ 2 മദ്യപാനികൾ കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷയിൽ, അത് കുടിയുടെ പ്രദേശത്ത് ആദിവാസികളുടെ ആ മേഖലകളിൽ രക്ഷിക്കപ്പെടുവാൻ ക്രിസ്തുവിന്റെ മനസ്സ് പ്രായോഗികമായ ഫലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നല്ലോ. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 11-ാം വാക്യം, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചു കൊള്ളുവിൻ, ഏക മനസ്സ് ഉള്ളവരാകുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ഗദസമന തൊട്ട് ഗാഗുൽത്ത വരെ കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു, ഒന്ന്, പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു മനസ്സ് നമ്മുടെ കർത്താവിനുണ്ടായി. പ്രിയമുള്ളവര്, കർത്തൃവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരാണ്, ദൈവദാസിമാരാണ് നാം ഓരോരുത്തരും. ഒന്ന്, വിശേഷാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് യേശുവിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കർത്തൃവേലയിൽ ഈ വചനമെടുത്ത് ഇറങ്ങി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം തന്നെ ആകട്ടെ നമ്മൾ. അത് വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇടവരുത്തും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഉറങ്ങിപ്പോയതായ പത്രോസിന്റെ അരികിലേക്ക് പറഞ്ഞ വാക്കെന്താണ്? യേശുവിന്റെ മനസ്സ് നമുക്ക് കാണുവാൻ കഴിയും. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ മനസ്സ് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായി ഗെത്സമനിയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പത്രോസ് വാള എടുത്ത് അത് വന്നതായ പടയാളിയുടെ കാത് അറുത്തപ്പോൾ നിന്റെ വാള ഉറയിലിടുക, എനിക്ക് വേണമെങ്കിൽ 12 ലഗിയോന്മാരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, ഇവരെ വേണമെങ്കിൽ നശിപ്പിക്കാം, പക്ഷെ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ഒരു മനസ്സ്. പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം കർത്തൃവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ആ പിതാവിന്റെ ഇഷ്ടം നിവർത്തീകരിക്കുവാനായിട്ട് വാളല്ല എടുത്തത്. എന്താണ്? പ്രൈസ് ദി ലോർഡ്, സ്നേഹത്തിന്റെ മനസ്സ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആരിലുണ്ടായിരുന്നു? പ്രൈസ് ദി ലോർഡ്, യേശുവിലുണ്ടായിരുന്നു. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാപരമായ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എല്ലാവരും തെറ്റിച്ചു കളയുമ്പോഴും 3 കള്ളന്മാർ, 2 കള്ളന്മാർ തന്റെ മുൻപിൽ കിടക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ്, ആ മാനസാന്തരപ്പെടുന്നവനോട് പറഞ്ഞ വാക്കെന്താണ്? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. അത് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ദൈവസഭയോട് ചേർക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ മനസ്സ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഇന്ന് അനുതാപത്തോടു കൂടി നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നതായ ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നു, അനുദപിക്കുന്നവനെ എന്ത് ചെയ്യുന്നു? പർദീസായിലേക്ക് കൊണ്ടുവരുന്ന ഒരു മനസ്സ് ആർക്കുണ്ടായിരുന്നു? ക്രിസ്തുവിനുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആ മനസ്സിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരാം. അനുതാപം ഇന്ന് സഭയ്ക്കുള്ളിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. യൗവനക്കാർ, വിശേഷാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും പ്രായോഗിക തലങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നില്ല. ഇന്ന് വാൽക്കാലം പക്ഷേ അടുത്തതായി പ്രൈസ് ദി ലോർഡ് 3 വട്ടം തള്ളി പറയും എന്ന് പറഞ്ഞതായ പത്രോസിന്റെ അരികിലേക്ക് ആര് വരികയാണ്? യേശു വരികയാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വേദപുസ്തകത്തിൽ അത് കാണുക. 2 സ്ഥലങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് യേശു ഈ 3 വട്ടം പത്രോസ് തള്ളി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പത്രോസിനെ പ്രൈസ് ദി ലോർഡ്, പത്രോസ് ആ വാക്ക് ഓർത്തുവെന്നും, ഒരു സ്ഥലത്ത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, യേശുവിനെ അവൻ കണ്ടുവെന്നും ആണ് പറയുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അപ്പോൾ പത്രോസ് ഏറ്റവും കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്താണ്? പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് കണ്ടുകൊണ്ട് ഒരു അനുതാപം. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മനസ്സിനകത്ത് എന്താണ്? ഹല്ലേലൂയ, തള്ളി പറഞ്ഞ പത്രോസിനെ ഹല്ലേലൂയ ഓർക്കുന്ന മനസ്സ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന മനസ്സ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്നേഹിക്കുന്ന മനസ്സ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, രക്ഷയുടെ മനസ്സ്, പ്രൈസ് ദി ലോർഡ്, അനുതാപമുള്ളവന്റെ മുൻപിൽ എത്തുന്ന മനസ്സ്. അവസാനം നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, തള്ളി പറഞ്ഞവന്റെ അരികിൽ ചെന്നിട്ട് ഇവരിൽ അധികമായി എന്നെ നീ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച ഒരു മനസ്സ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ആ മനസ്സാണ് നമ്മൾ അവിശ്വസ്തരായി നിന്നെത്തും ദൈവം നമ്മളോടുകൂടെ വിശ്വസ്തനായി പാർത്തത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഈ സഹപാഠികളെ, ശിവപാസ്റ്ററെ ഞങ്ങൾ മിക്കപ്പോഴൊക്കെ കാണാറുണ്ട്, എങ്കിൽ തന്നെ 25 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സഹപാഠികളെല്ലാം തിരിച്ചിന്ന് കാണുന്നത്. അവർ കണ്ടപ്പോൾ എനിക്ക് നൽകിയതായ ആദ്യത്തെ ഗുണമെന്ന് പറഞ്ഞത് ആ തോളിൽ സഞ്ചി ഇട്ട് വരുന്ന സാമ്പാദ്യ പാസ്റ്ററെയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ഇന്ന് ആ മുഖം കണ്ടപ്പോൾ പലരുടെയും തലമുടി പോയി,
പലരുടെയും തലയ്ക്ക് നഖ പിടിച്ചു. എങ്കിലും പ്രൈസലോൺ പലർക്കും മക്കളൊക്കെയായി. പലരുടെയും ജീവിതത്തിൽ നല്ല അനുഗ്രഹങ്ങളിലേക്കും വലിയ ദൈവകൃപയിലേക്ക് ദൈവം വരുത്തി ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഒരുക്കി. അതിനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് ദേശത്തിൽ വിതറാം. ദൈവത്തിൻ്റെ കൃപയിൽ ഏക മനസ്സോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഈ സമയം തന്ന ദൈവദാസന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിന് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നാശകരമായ കുഴിയിൽ നിന്നും ബൈബിള് പോലും തുറന്നു നോക്കാത്തവർ പറയാൻ പാടില്ല. ഇവിടാണ് പറഞ്ഞത്. ബൈബിള് തുറന്ന് പറഞ്ഞത് മാർക്ക് 2 മത്തിയാണ്. ദൈവമേ നിലവിളി കേൾക്കണേ. 61:2 ദൈവമേ എന്റെ നിലവിളി കേൾക്കണം. 61-ാം സങ്കീർത്തനം 1-ാം വാക്യം ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും വായിക്കണേ. എഴുത്ത് വായിക്കണം. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്നാലും 2 പോയിന്റ് ഉണ്ട് സഹോദരിക്ക്. ഇനി അടുത്ത സങ്കീർത്തനം 55-60 കേട്ടോ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് എബ്രായർ 1-5 മധ്യേ. മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മക്കൾ മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ റെഫറൻസ് പറഞ്ഞേ. 15. ഓക്കെ. നിനക്ക് കിട്ടാൻ ചാൻസ് ഇല്ലടി. നിനക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. സങ്കീർത്തനം 116 റീമ. സങ്കീർത്തനം 116-120 മധ്യേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാം. ഓക്കെ 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 പറഞ്ഞു പറഞ്ഞു. 115 പറയുന്നുള്ളൂ. സങ്കീർത്തനമാണ്. വായിക്കുന്നവർക്ക് മാർക്ക് കൊടുക്കുന്നു. പേര് പറഞ്ഞു. ഇനി ഉത്തമഗീതമാണേ. 1-5 1-5 പകർന്നാം പോൽ നിന്നാമം പാലിൽ സൗരഭ്യം പകർന്നാം പോൽ നിന്നാമം പാലിൽ ഉത്തമഗീതം 2-1 ഞാൻ ചാനൂരിലും പരിനീർ പുഷ്പവും താമരപ്പൂവുമാകുന്നു. അതല്ലല്ലോ. മൂന്നെന്നോ എന്നത് മൂന്നെന്നാ പറഞ്ഞ അത് പറ. മൂന്നെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിരമ്യാവ് 15-20 കേട്ടോ. പൂശവന്റെ കൈ യഹോവേ
അവന്റെ പൂതാ വായിക്കും ഈശോന്റെ വീട്ടിലേക്ക് എടുത്തോ? മക്കളെ ബാബാ ഇവിടെ എടുത്ത് അവിടെ വായിച്ചു കേൾപ്പിച്ചു. എടുത്ത് വായിക്കുന്നവർക്കാണ് അവിടെ എടുത്ത് വായിക്കുന്ന ഒരു പ്രാവശ്യം പ്രത്യേകം പോകണേ. അതിനു മുമ്പ് നിങ്ങൾ സെർച്ച് കേൾക്കുക. ബൈബിൾ എടുത്ത് വായിക്കുന്നവർക്ക് മാത്രമേ മാർഗമുള്ളൂ. ശരി 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 ഓക്കെ. എഫേസ്യർ 5:8 മധ്യേ സർവായുധങ്ങൾ ധരിച്ചിടുക. ആരുടെ? എന്ത് പറ പെട്ടെന്ന് പറ. ഓക്കെ 5:10 കേട്ടാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം. അതെ എനിക്ക് ബൈബിൾ മൊബൈലിന്റെ ആവാൻ പറ്റും. നമുക്ക് ഒരു ശിശു അവൻ അത്ഭുതമന്ത്രി. എവിടെ തന്നെ മാർക്ക് കൊടുത്തിരിക്കുന്നു. കീഴിൽ വേറൊരു നാമമില്ലാതെ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ പണ്ടേ പതുക്കെ വെളിപ്പാട് 6:10 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം അല്ല വാസ്വേ 6 തൊട്ട് 10 വരെ അവരുടെ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്നേശുവിന്. അവർ അത്യുത്തിൽ അർഹപ്പെട്ട കുഞ്ഞാടെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും പവിത്രവും സ്തോത്രം ലഭിക്കാൻ നിങ്ങളിപ്പോ ഈ മുറിയിലിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നോണ്ട് 4 പാടും വീക്ഷിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. 4 പാടും വീക്ഷിക്കാം. നമ്മൾ എഴുതുകയാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതുകയാണ്. ABCD അങ്ങനെ Z വരെ എഴുതുകയാണ്. Z വരെ എഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതുക. ഓരോ വേർഡ് എഴുതുക, വാക്കുകൾ. ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് പറയുമ്പോൾ മതി. A മുതൽ. അപ്പൊ എന്താ നിങ്ങൾ കാണുന്നത് ചിലപ്പോ ഇവിടുത്തെ മാറ്റം പറഞ്ഞു പുറത്തൊന്നുമല്ല, നിങ്ങൾ കാണുന്ന മാറ്റം. Z വരെ അവിടെ എഴുതുക. A മുതൽ Z വരെ ഓർഡർ. ഓക്കെ സ്റ്റാർട്ട്. സ്റ്റാർട്ട്. ഇതോടെ നോക്കി എഴുതാൻ പാടുള്ളതല്ല. നമ്മുടെ മുമ്പിൽ 1 മണി വരെയുള്ള സമയമാണ്. 1 മണി കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യാം.
ഞാൻ മുമ്പ് സമയം പറഞ്ഞിരുന്നു, സമയത്തിലൂടെ ഭേദഗതി വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 മണിക്ക് മുൻപായിട്ട് ഈ സുഹൃത്തുക്കളായതുകൊണ്ട്
കാര്യം ഈ ഒഫീഷ്യലായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആരും കിട്ടത്തില്ല. ഈ സുഹൃത്തുക്കളായതുകൊണ്ട് എന്ത് വിളിച്ച് പറയുന്നുണ്ട്. ആയതുകൊണ്ടാണ്, അല്ലാതെ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു പള്ളിയായിട്ട് പോയി കഴിഞ്ഞാൽ ഈ സമയം പിടിച്ചാൽ നിൽക്കത്തില്ല. എന്നാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വേണം. ഈ യോഗ ഇവിടെ നടന്നുകൊണ്ടുന്ന ആൾക്ക് തൃപ്തിയായിട്ടൊന്നുമില്ല. സാമാന്യത്തിൽ പ്രസംഗത്തിൽ തൃപ്തിയായിട്ടില്ല. പിന്നെ സമയം അങ്ങനെ ആയതൊന്നും തൃപ്തിയില്ല. ആർക്കും ഒരു കാര്യം തൃപ്തിയായിട്ടില്ല. ഇതിനകത്ത് എല്ലാവർക്കും ഓരോരോ ഭാഗമുണ്ട്. ഇതിനകത്ത് ആരും ഉയർന്നവരും അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയതുകൊണ്ടാണ് പ്രധാനപ്പെട്ട വ്യക്തി, അല്ലാത്തവർ അങ്ങനെ ഇതിനകത്തില്ല. ഇതിൽ ഓരോ ഡെസിഷൻ എടുക്കുമ്പോഴും മോണിച്ചനകത്തുണ്ട്. മോണിച്ചൻ ഗ്രൂപ്പ് അഡ്മിൻ അല്ല. അതാണ് ഇതിന്റെ പ്രശ്നം. എല്ലാ കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഗ്രൂപ്പിന് അഡ്മിനല്ലാതെ സത്യനോട് ചോദിച്ചിട്ടുള്ള കാര്യം ചെയ്യുന്നത്. സത്യം ഗ്രൂപ്പ് അഡ്മിനില്ല. ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വിളിക്കുന്നില്ല. അത് ഇങ്ങനെ ആയതുകൊണ്ടാണ്. സാധാരണ ഗ്രൂപ്പ് അഡ്മിന്മാർ കാര്യങ്ങൾ ചെയ്യും. പല ഗ്രൂപ്പിൽ ഞങ്ങളുണ്ട്. ഗ്രൂപ്പ് അഡ്മിന്മാർ ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം നിൽക്കാം. ഇതൊക്കെ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും സംസാരിക്കേണ്ട വോയിസ്, നിങ്ങളുടെ വോയിസ് നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വം നിഷേധിക്കുമ്പോൾ. അതുകൊണ്ട് കഴിവിന് പരമാവധി നമ്മൾ ചെയ്യാറില്ല. ഈ വരുന്നവർ ഞങ്ങൾ സംസാരിച്ച കൂടുതൽ ട്രെയിൻ ഡിസ്കഷൻ അതല്ല. ഈ വിഷയത്തെ നിശിതമായ രീതിയിൽ വിമർശിച്ച് കുറ്റം പറഞ്ഞു, വഴക്ക് പറഞ്ഞു, എല്ലാ രീതിയിലും ഇവരെ പങ്കെടുപ്പിക്കാൻ നമുക്കറിയാം. നല്ല വഴക്ക് കൊടുത്താൽ മതി, നല്ലോണം പങ്കെടുത്താൽ മതി. ഞാൻ ആരെയും വഴക്ക് പറയാം അല്ല. ഈ സാമാജികന്റെ കാര്യം തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഈ വിഷമമുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുറന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ അറിയാമോ, ആദ്യം കൃത്യമായിട്ട് അറിയിച്ചു. വരാമെന്ന് പറഞ്ഞത് വരാൻ പറ്റില്ല. അതായത് കൊല്ലത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കും അസുഖം വന്നു, ചുമ വന്നു, അങ്ങനെ മാറിപ്പോയി. എന്നോട് എല്ലാ കാര്യം വരാൻ പറഞ്ഞു. 3 പേര്. അവര് പരസ്യം പാസ്. അന്ന് എന്നെ പുള്ളിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. 3 വർഷം കൊണ്ട് വീണ അതേ ഭാഗത്ത് മുട്ടിൽ തന്നെ ഈ വലത് മുട്ടിൽ വെച്ച് വീണു. 2 അറ്റാക്ക് കഴിഞ്ഞു. എന്നാൽ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. എനിക്ക് ഇന്ത്യൻ വരാൻ പറ്റില്ല. ഞാൻ 2 അറ്റാക്ക് കഴിഞ്ഞു. ഞാൻ എന്ത് പറയാം? നമുക്ക് ആള് വന്നില്ലെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ ചെയ്യും, കുഴപ്പമില്ല. പിന്നെ അടുത്ത വന്നാൽ നമുക്ക് അടുത്ത കൂടാം. എൻ്റെ ചർച്ചിലെ സെൻട്രൽ പാസ്റ്റർ ഇവിടുന്ന് പോവുകയാണ് ഈ ഒരു ദിവസം. എനിക്ക് ചർച്ച് പാഴ്സലിന്റെ പണി തീർത്ത് പുള്ളിയെ ഉദ്ഘാടനം ചെയ്തിട്ടുമ്പോൾ അതുകൊണ്ട് എനിക്ക് വരുന്നില്ല. ജയപ്രകാശ് പോയി കാര്യം അടുത്ത വർഷം ഞങ്ങളോട് സന്തോഷപൂർവ്വം വന്നു. ഞങ്ങൾ ബാങ്കിയാക്കി വെച്ചു. അപ്പം അടുത്ത വർഷം ജയപ്രകാശ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എന്ത് പറയാൻ പറ്റും? അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ് ആർക്കും തന്നെ ഇല്ല. വഴക്ക് പറയാനുള്ള ഒരു യാതൊരു സാധ്യതകളില്ല. മാക്സിമം എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കുക. അതുകൊണ്ട് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പരസ്പരം സ്നേഹമുണ്ട്, നിർബന്ധപൂർവ്വമല്ല, സന്തോഷത്തോടെ വരണം. ഈ നിങ്ങൾ എന്തായാലും അടുത്ത വർഷം വരാതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. വരാതിരിക്കില്ല. സന്തോഷമായി. ഒന്നില്ല, എനിക്കൊന്ന് ഉറങ്ങിയെങ്കിൽ ഓർത്തെങ്കിൽ വരാൻ. ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കാണെങ്കിൽ എൻ്റെ കാര്യം പറയാം, എൻ്റെ വ്യക്തിപരമായ കാര്യം. എനിക്ക് വരാൻ പറ്റത്തില്ല. എത്ര സീരിയസ് ആയ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. വീട്ടിൽ ഞങ്ങളുടെ സറൗണ്ടിങ്സ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഞാനവിടെ പറഞ്ഞു, ഞാൻ വരത്തില്ലെന്ന് എനിക്ക് ബന്ധിപ്പിച്ച് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടി അല്പസമയം മാറുകയാണ്. അപ്പം ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശ്രീജ സിസ്റ്റർ ഈ യോഗ നടപടിക്രമങ്ങൾ മാറുന്നതായിരിക്കും. എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അടുത്ത നമ്മുടെ പാർശ്വ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വരും. നമ്മുടെ ശമുവേൽ തോണി എല്ലാ അവരുടെ അവരുടെ സെന്ററിൽ എല്ലാ ആദ്യത്തെ തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും അതുകൊണ്ട് അതെ. പിന്നെ മറ്റൊന്ന്, ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം ക്രമീകരിക്കുന്നത്. അത് മിക്കവാറും ഒന്നെങ്കിൽ ശ്രീജ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒറ്റ ദിവസം. ഇനി ഒരു കാര്യം പറയാൻ താല്പര്യപ്പെടുന്നത്, വരുന്ന മീറ്റിംഗ് വരുമ്പോൾ എല്ലാവർക്കും ആ നിലയിൽ ഇതിനേക്കാൾ വ്യത്യസ്തമായ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ആ കാര്യം ചെയ്യുന്നത്. ചർച്ചകൾ ഒന്നിക്കട്ടെ. തിരിച്ചു വയ്ക്കുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും ആരുടെങ്കിലും ചെയ്യാൻ താല്പര്യം സന്മനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സദൈവം ഞങ്ങളെ അറിയിക്കുക. നന്ദിനൊന്നും എന്നെ അറിയിക്കുന്നില്ല, എന്നെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ആരും അറിയേണ്ട. ബൈബിൾ പറഞ്ഞ പോലെ മറ്റൊരു കൈ ചെയ്യണ്ട, അറിയണം, ധൈര്യമായിട്ട് ചെയ്യും. അങ്ങനെയൊന്നും ആരും പ്രയാസമില്ലായിരുന്നു. ദേവദാസന്മാർ കടന്നു വരുവാനിടയായി. ഇവിടെ കടന്നു വന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിനെ വിജയിപ്പിച്ചതായ എല്ലാ ദൈവദാസന്മാർക്കും, അവരോടൊപ്പം കടന്നു വന്ന ദൈവദാസിമാർക്കും
ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത് ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ച ഈ കുടുംബം, കർത്താവിൻ്റെ ദാസി ഷാൻഡി, കർത്താവിൻ്റെ ദാസൻ സാവു പാസ്റ്ററാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഇവർക്ക് ആദ്യം നന്ദി കൊടുക്കത്തില്ല. കാരണം ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അവരിവിടെ പ്രസൻസ് അല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു അവരിവിടെ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ പിമ്പിൽ അവരുടെയും കരങ്ങളാണ് ഇത്രത്തോളം ഇത് വിജയകരമായി തീരാൻ. അതുകൊണ്ട് പ്രാരംഭത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി അർപ്പിക്കുക. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ ഒത്തിരി ഇതിനു വേണ്ടി ഓടാനിടയായി. നമുക്കറിയില്ല, സഹോദരിക്ക് പറഞ്ഞാൽ മതി, ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനത്തിൻ്റെ വിജയം കർത്താവിൻ്റെ ദാസൻ തന്നെയാണ്. അത്രമാത്രം വിജയിപ്പിച്ച കർത്താവിൻ്റെ ദാസനും വിശേഷാൽ ഞങ്ങൾക്ക് വിഭവസമൃദ്ധമായ ആഹാരം നൽകി ഞങ്ങളെ ആനന്ദിപ്പിച്ച കർത്താവിൻ്റെ ദാസയ്ക്ക് ഞങ്ങളുടെ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദിവസങ്ങളൊക്കെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ആഗ്രഹം വരും ദിനങ്ങളിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എൻ്റെ വിശ്വാസം. നമ്മളെ ഒത്തിരി സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു വിശാലത കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ വിശാലത മുഖാന്തരം നമുക്ക് പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ വരും ദിനങ്ങളിൽ സർവശക്തനും അതിന്മേൽ തൻ്റെ കരം നീട്ടി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാൻ പ്രിയ ബ്രൈറ്റിനോട് പറഞ്ഞു, കർത്താവദാസിനോട് പറഞ്ഞു, എനിക്കിന്ന് വരാൻ കഴിയത്തില്ല. ദൈവങ്ങളെ, എൻ്റെ അനുഭവം പറഞ്ഞാൽ വലിയ അനുഭവമാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ ബ്രൈറ്റിനോട് പറഞ്ഞ സൺഡേയിൽ ദൈവം എന്തെങ്കിലും നന്മ ചെയ്താൽ ഞാനിങ്ങ് വരും. ഞങ്ങൾ വളരെ ശക്തമായി ഞാനും പ്രാർത്ഥിച്ചു. കാരണം കിട്ടുന്ന നന്മ, വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ പഠനങ്ങളെ പറ്റി കൊച്ചു കൊച്ചു അത്യാവശ്യം ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നെനിക്കറിയാം, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, അതിൻ്റെ തലേ ശനിയാഴ്ച ഞാൻ എന്നെ സ്നേഹിക്കുന്നതായ ഒരു ദൈവദാസൻ തൻ്റെ സഹധർമ്മിണി ബോംബെയിൽ ഒരു ജോലിക്കായി കടന്നുപോയി. തനിക്ക് ലഭിച്ച നന്മയുടെ ഒരു ദശാംശം ഞങ്ങൾ 3-4 ദൈവദാസന്മാർക്കുണ്ട്. അവർക്ക് അയച്ചു കൊടുത്ത കൂട്ടത്തിൽ എനിക്ക് ഒരു വിഹിതം കിട്ടി. അതുകൊണ്ട് ഇവിടെ വരാൻ കർത്താവ് സഹായിച്ചു. അത് കൂടുതൽ പൂജ്യമൊന്നുമില്ല. ഒരു 5-8 പൂജ്യം ഉണ്ട്. 2 പൂജ്യം 4 പൂജ്യം അല്ലേ? 3 പൂജ്യം 3 പൂജ്യം 3 പൂജ്യം 3 പൂജ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ സഹോദരന്മാർക്ക് ഇല്ല, അപ്പുറത്തൊന്നുമില്ല. അത് ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ പിന്നെ സന്തോഷമായിരുന്നു എനിക്ക്. അല്ല, അപ്പുറത്ത് വരുമ്പോഴാണ് സന്തോഷം. ഞാൻ വളരെ ഭാരപ്പെട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ, കാരണം എൻ്റെ സഹോദരന്മാരൊക്കെ തിരുവനന്തപുരത്ത് വരുന്ന അവർക്ക് ഒരു വെള്ളമെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു. അതിനും ദൈവം ഒരുക്കി. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ സമയം താമസിച്ച് ട്രെയിനിൽ കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് മേടിക്കാൻ പറ്റില്ല. ചെന്നൈയിൽ ഇദ്ദേഹം പൊറോട്ട, മുട്ടക്കറി, ചിക്കൻ ഫ്രൈ ഇതെല്ലാം മേടിച്ച്, ദോശ മേടിച്ച് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഞാൻ നന്ദി പറയുന്നു. ദൈവം ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ചു. ഒരു മാനവും മുഴു മഹത്വവും സകലവിധ നന്ദിയും സർവേശ്വരൻ അർപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. എനിക്ക് ഒരു നിമിഷം എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ 2 പേരിന്ന് വന്നു. അവരെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാണ്? ഒത്തിരി നാളിന് ശേഷമാണ് സാലി സഹോദരിയെ, കുഞ്ഞുങ്ങളെ ഒന്ന് കാണുവാനും ആ സൗണ്ട് ഒന്ന് കേൾക്കാനും, ഇന്ന് നല്ല ഒരു പാട്ട് കേൾക്കാനും കർത്താവ് കൃപ നൽകി. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഈ സന്തോഷം ഞങ്ങളുടെ ആഗ്രഹം നിത്യത വരെ കാണണമെന്നുള്ളതാണ്.
ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഈ ചിരിക്കുന്ന മുഖം, ഈ സന്തോഷിക്കുന്ന മുഖം, അതിന് സർവേശ്വരൻ ഒരുക്കും. ഏതവസ്ഥയിലും അതിജീവിക്കാനുള്ള കൃപ കർത്താവ് നൽകും. മാത്രമല്ല, ഞങ്ങൾ നല്ലൊരു ഉറപ്പ് ഇത് പകൽ തരികയാണ്. ഏത് കഷ്ടതയുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ഒന്നുകിൽ ഈ ഗ്രൂപ്പിലുള്ള ദൈവദാസന്മാരുടെ സകല പിന്തുണയും ഞാൻ അവരോട് ചോദിക്കാതെ പോലും ഞാൻ പ്രഖ്യാപിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയും സകല പിന്തുണയും നിങ്ങളുടെ കുടുംബത്തിനുണ്ട്. ഏതാവശ്യങ്ങളുടെ ഘട്ടങ്ങളിലും ഞങ്ങളെ ഒന്ന് അറിയിക്കുക, പ്രാർത്ഥിക്കുകയും ഞങ്ങളാ കഴിയുന്നത്, ഞങ്ങൾ അങ്ങനൊന്നും പറയത്തില്ല, ഞങ്ങളാ കഴിയുന്നത് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം കർത്താവിന്റെ ദാസൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാൻ, ഞങ്ങൾ കൊടുത്ത അനുഗ്രഹം പ്രാപിക്കുന്നവരാണ്. ഞാൻ ശുശ്രൂഷയിൽ ഞാൻ പലയിടത്തും പറയുന്ന ഒരു കാര്യം, ഞാൻ ആ പദം ഒന്ന് പറയുക. ഞാൻ വിതച്ചിട്ടേ ഞാൻ കൊയ്യത്തൊയ്യ, വിതയ്ക്കാതെ കൊയ്യത്തില്ല. ആദ്യം നമുക്ക് വിതയ്ക്കാം, എന്നിട്ട് കൊയ്യാം. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ. ഇന്നും അതിന് സർവേശ്വരൻ സഹായിക്കുന്നു. ഞാൻ ഇന്ന് കൊയ്യുന്നതൊക്കെ ഞാൻ വിതച്ചത് കൊണ്ടാണ്, നല്ല ബോധ്യം എനിക്കുണ്ട്. അതിനായി നമ്മളെ ദൈവം സഹായിക്കട്ടെ. ആ കുടുംബത്തെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് ആരോടോ പറഞ്ഞു, ഈ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ഞങ്ങൾ മധ്യതാക്കളോട്ട് കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആൻറ്റി ഒന്നും പറഞ്ഞില്ല, കേൾക്കാതിരിക്കുന്നത് നല്ലത്. ഒക്കെ ദൈവം അതിന് ഒക്കെ അവസരങ്ങളും അനുഭവങ്ങളും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞാൻ മറ്റു കാര്യങ്ങൾ കർത്താവിന്റെ ദാസനെ മറ്റു കാര്യങ്ങൾ അറിയിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഇത് ഈ സെക്ഷൻ ലീഡ് ചെയ്ത് കർത്താവിന്റെ ദാസിക്കും പ്രത്യേക ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ദൈവനാമത്തിന് മഹത്വം. ശുഭാസ്ത്ര നല്ലൊരു സന്ദേശം നമ്മളോട് അറിയിച്ചു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ സാമുവൽ പാസ്റ്റർ കടന്നു വന്ന് സാൽചേച്ചിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട ദിവസവും എഴുതിയിട്ടുണ്ട്. നമ്മുടെ സാൽമയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഒരു പ്രത്യേകമായ അനുഭവത്തിൽ കൂടിയാണല്ലോ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത്. യേശുവിന്റെ പ്രത്യേകമായ സാന്നിധ്യം പ്രിയപ്പെട്ടവരുടെ മേൽ പകരപ്പെടുവാൻ, അപ്പം ഞങ്ങളുടെ ദൈവത്തിൽ പതിയുവാൻ, ദൈവീയ അനുഗ്രഹം നന്മകളുടെ ദൈവങ്ങളുടെ മേൽ പകരപ്പെടുവാൻ എല്ലാവരും ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കരങ്ങളിൽ നീട്ടിക്ക് ദൈവത്തെ അനുഗ്രഹിപ്പാൻ ദീർഘവർഷം കർത്താവിന്റെ നാമമഹത്വത്തിനായി നിന്ന വത്സല പ്രിയപ്പെട്ട ദാസിയാണ്. ഒന്നിച്ച് തിരുവചനം പഠിച്ചതാണ്. എന്നാൽ പ്രിയപ്പെട്ടവളായിരിക്കുന്ന സാഹചര്യങ്ങൾ നന്നായി ഈ പ്രാർത്ഥന ജീവിതത്തില് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹവും നന്മയുമായി തീരുവാൻ നമുക്ക് ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഈ കുഞ്ഞുങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ക്രിസ്തുവിനെ പോലെ ദൈവത്തിനെ മാനിക്കപ്പെടുവാൻ ദൈവവിടിയാക്കണനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കുട്ടികാലപരമായി ഞങ്ങളെ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വയ്യാറായ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് സ്വന്തം ഞങ്ങൾ ഒന്നിച്ച് തിരുവചനം പഠിച്ച ഞങ്ങളുടെ വാത്സല്യ ഞങ്ങളുടെ സാൽമയ്ക്കായി തന്റെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്വന്തം ചെയ്യുന്നു. കർത്താവെ, വ്യത്യസ്തമായ അനുഭവത്തിൽ കുഞ്ഞുങ്ങളെ കടന്നു പോകുന്നല്ലോ. കർത്താവെ, നീ ഒരു ദൂതയായിരിക്കണമേ. പ്രതിസന്ധിയുടെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ, കണ്ണുനീരുടെ മുമ്പിൽ ആശ്വാസം പ്രത്യാശ നൽകി കുഞ്ഞുങ്ങളുടെ നന്മ പ്രത്യേകമായ ദൈവ സാന്നിധ്യം പകരുന്നത് ഞങ്ങളുടെ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളായി ദൈവരാജ്യ വ്യാപ്തിക്കായി കർത്താവെ, നീ അവരെ മാനിക്കണമേ. ജോലി മണ്ഡലങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി ഞങ്ങൾ കർത്താവെ അതിന്റെ നന്മ കാണുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് വന്നിച്ച് ഞങ്ങളുടെ പ്രിയ യാത്രയുടെ മുമ്പില് പ്രിയയുടെ യാത്രയിൽ ഒരുപാട് ദൈവ നിമിഷങ്ങൾക്കായി
ദേശത്തിന്റെ വിധങ്ങളാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ വിലപ്പെട്ട അഭിഷേകത്തോട് ദാസികളോട് ഒന്നിച്ച് എവിടെയായിരിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷിപ്പാൻ, ഒന്നിച്ച് ഭക്ഷിപ്പാൻ, പാലം ചെയ്യുവാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവെ ഒന്നിച്ച് നല്ല നിമിഷങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോട് പ്രിയ അഭിഷേകങ്ങളെ ബലപ്പെടുത്തുന്നവേ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി കഴിഞ്ഞ നാളുകളിൽ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങൾ കർത്താവേ ദാസികൾ ഞങ്ങളോട് അറിയിച്ചല്ലോ. ദൈവം ഒരുക്കിയ എല്ലാ വഴികളെ ഓർത്ത് കർത്താവിനെ നന്ദി കയറ്റുവാൻ ദൈവടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകൃതവികാരം പാടുന്നത് പോലെ ഞങ്ങളുടെ ഓർത്ത് കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിനായി കുടുംബമായി അനേകരെ ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് കർത്താവ് ഒരു കൈത്താങ്ങലായി തീരുവാൻ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, നീ അവർക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾക്കായി സ്തോത്രം. മൂത്തവനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനും ലോകത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞായി ദൈവനെ മാനിക്കണമേ. ഉന്നതമായ വഴികൾ അവന് വേണ്ടി പിന്നെ തുറന്ന് ദൈവനെ ആദരിക്കണമേ. അവന് കൊടുത്ത നന്മകളൊക്കെ മാതാപിതാക്കൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പിന്നെ ചെലവിടുവാൻ കർത്താവിന് കരങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന ഒരു ഭാവിയുടെ വഴികൾ ദൈവനെ തുറന്ന് ദൈവനെ ആദരിക്കണമേ. ഇടമനെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഒന്നിച്ച് പാൽക്കാലം കാണുവാനും ചെറുപക്ഷങ്ങളായിരിക്കാൻ ദൈവം സഹായിക്കല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിൽ പ്രസിദ്ധനും ലോകത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് തറകളാണെങ്കിൽ എല്ലാ വിശക്തമാർക്കായി പ്രിയ ദൈവദാസിമാർക്കായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നു പോകുകയാണ്. ഈ ദേശത്തെ ദൈവ പ്രവർത്തകനെ കർത്താവ് അതിനുള്ള ദൈവം വിശാലമാക്കണമേ. കർത്താവിന് വരെ താമസിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ തന്നെ പിന്നെ ചില ആത്മാക്കളെ ഈ ദേശത്ത് കൊയ്തെടുക്കുവാൻ നീ അവിടെ കർത്താവ് കരങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ചു നൽകിയ എല്ലാ സ്നേഹത്തിനോടുക്കായി സ്തോത്രം. കർത്താവേ ഞങ്ങളുടെ ദാസന്മാരെന്നല്ലേ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു പോവുകയാണ്. വലിയ നന്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഒന്നിച്ചു നൽകണമേ. ദൈവരാജ്യാപ്തിക്കായി പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കണമേ. കണ്ണു നിർത്തുന്ന വേദനിക്കുന്ന കർത്താവെ ഭാരപ്പെടുന്ന ചിലർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. വ്യത്യസ്തമായ ഇടങ്ങളിലെ യാത്ര ചെയ്ത് ഞങ്ങൾ കടന്നു പോകുമ്പോൾ യേശുവിന്റെ പ്രത്യേകമായ സ്ഥാനത്ത് ഞങ്ങളോട് കൂടി ഇരിക്കണമേ. ആർക്കും കർത്താവിനെ സേവിച്ചോട് മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവിന് വരെ താമസിക്കുന്നുവെങ്കിൽ ആയുസ്സുമാരും ബലമുണ്ടെങ്കിൽ ദൈവം ഞങ്ങൾ നൽകുന്നുവെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടുവാനും അടുത്ത വലിയൊരു വിശാലത്തിലേക്ക് ഞങ്ങളെ കണ്ടെത്തിക്കണനായി പ്രാർത്ഥിക്കുന്നു. ശരി, ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ ഭാവി, അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ മണ്ഡലങ്ങൾക്ക് എല്ലാ വഴികളും തുറക്കണമേ. അവരുടെ സാമ്പത്തിക ദൈവം ആചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശക്തമാർക്കായി സ്തോത്രം. ഒന്നിച്ച് അനുഗ്രഹിക്കണം, മഹത്വത്തിനാക്കി എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. വിശേഷം നിർദ്ദേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും ശബ്ദം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന പരസ്പരം ഓർക്കാം. എല്ലാ മുഖത്തും കർത്താവ്. സഭ ഒത്തിരി ദൂരാ അല്ല, എന്റെ അടുത്താ. വിളിച്ചാൽ തന്നെ വരുമോ? പോയെന്ന് പറഞ്ഞു കേട്ടു. സമയമായി നല്ല ടീഷർട്ട് ഉള്ള പോലെ ഇത് രഹസ്യമായിട്ടുള്ള കാര്യം. സാമ്പത്തികമായിട്ട് എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുപോയത് ആമയ സൗന്ദര്യ സാരമാണ് ആ പാട്ടാണ് ഞാൻ ചിന്തിച്ചത്. അമേയ സൗന്ദര്യ സാരമാമൻ പ്രിയ സ്വർഗീയ രാജകുമാര ചെറുമാനിന്നും കലയ്ക്കും തുല്യനായി എന്നുള്ളിൽ വന്നു വസിക്കും. ഞാൻ എഴുതിയ പാട്ടാണ്. ബാക്കി പിന്നെ എപ്പോഴെങ്കിലും പാടിക്കാം. ശരി സഹോദരി, ശരി ശരി ശരി. തൊണ്ട ശരിയല്ല, അതുകൊണ്ടാ. പോണോ? അപ്പൊ ദൂരങ്ങളിലേക്ക് പോകുന്ന
ആദ്യമേ നമുക്ക് നമ്മുടെ അമ്മമാരല്ലേ ശ്രീജ കുട്ടി അമ്മയെ നന്നായിട്ട് നോക്കണം കേട്ടോ. പറഞ്ഞാൽ ഞാൻ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ചേച്ചി വിളിച്ചു ചേച്ചി വിളിക്കുമ്പോ ഫോൺ എടുക്കണേ. ഞാൻ വിളിക്കുമ്പോ എടുക്കാം. എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. എനിക്ക് അതുപോലെ ദേഷ്യമുണ്ട്. ആയിക്കോട്ടെ കേട്ടില്ലേ മക്കളെ? ഞാനൊരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ അവകാശത്തോട് പറയാം. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. ദൈവന്റെ അണ്ടക്കാലം സമുദ്രത്തിന്റെ അടുത്തത്തിൽ നിന്ന് ആലോലിയ മത്സ്യത്തിന്റെ അകത്ത് ആലോലിയ നാണയം വെച്ച് ദൈവം കൊടുത്തുവെങ്കിൽ അത് നൽകുവാൻ ദൈവത്തിന് പ്രസാദമെങ്കിൽ ദൈവം അത് നിവർത്തിക്കാൻ തന്നെ ചെയ്യും. അതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത് ആലോലിയ പ്രവർത്തിച്ച ദൃഷ്ടി വെച്ച് ആലോചന പറയുന്ന വലിയവനായ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിന് ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. കർത്താവ് ഇത് തന്റെ ദാസന് തന്നെ നൽകണമേ, യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ഇറങ്ങി പുറകെ വരാം. ഞങ്ങളുടെ അതെ ഗ്രൂപ്പിലേക്ക് ഇടാം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വയനാട്ടിന്റെ പ്രാന്തപ്രദേശത്തിലേക്ക് കടന്നു. ഈ പകൽക്കാലം എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ കുടുംബമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച്, അതായത് 95-97 കാലഘട്ടത്തിൽ പഠിച്ചതായ സഹോദരി സഹോദരന്മാരായ ദൈവദാസന്മാരുടെയും ദാസിമാരുടെയും ആഗ്രഹം അനുസരിച്ച് ഈ വയനാട്ടിൻ്റെ പ്രദേശത്ത് ഞങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് ദൈവദാസനും ദാസിയും കാണിച്ചതായ എല്ലാ കാര്യങ്ങൾക്കും, അതായത് ചെയ്തു തന്നതായ എല്ലാ ആത്മീയമായും ഭൗതികമായും ഉള്ളതായ എല്ലാ നന്മകൾക്കും സ്വർഗത്തിലെ വലിയവനായ ദൈവം പ്രതിഫലം കൊടുത്ത് മാനിക്കുകയും ഞങ്ങളുടെ എല്ലാ കൃതജ്ഞതകളും ഈ സമയത്ത് ഒരാഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ മുൻപിൽ തന്നെ നിൽക്കുകയാണ്. അതെ, അത്രയേ ഉള്ളൂ.